നമസ്കാരം, പേജ് റോഡിലേക്ക് സ്വാഗതം. രാഷ്ട്രപതി ഭവനിൽ നിർണായകമായ നീക്കങ്ങൾ നടന്നു കഴിഞ്ഞു. എന്താണെന്നല്ലേ, രാഷ്ട്രപതി ഭവനിലെ 2 പ്രധാന ഹാളുകളുടെ പേരിൽ വലിയ മാറ്റം വന്നു കഴിഞ്ഞു. പുതിയ പേരുകൾ ചരിത്ര ലിപികളിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. രാഷ്ട്രപതി ഭവനിലെ 2 പ്രധാന ഹാളുകളാണ് ദർബാർ ഹാളും അശോക് ഹാളും. ഇവ ഇനി അറിയപ്പെടുക പുതിയ പേരുകളിലാകും. ദർബാർ ഹാൾ, അശോക് ഹാൾ യഥാക്രമം ഗണതന്ത്ര മണ്ഡപം, അശോക് മണ്ഡപം എന്നിങ്ങനെ പുനർനാമകരണം ചെയ്തിരിക്കുകയാണ്. ദേശീയ പുരസ്കാര സമർപ്പണം പോലുള്ള പ്രധാന ചടങ്ങുകളുടെയും ആഘോഷങ്ങളുടെയും വേദിയാണ് ദർബാർ ഹാൾ. ദർബാർ എന്ന പദം ഇന്ത്യൻ ഭരണാധികാരികളുടെയും ബ്രിട്ടീഷുകാരുടെയും കോടതികളെയും അസംബ്ലികളെയും സൂചിപ്പിക്കുന്നു. ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം അതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു. ഗണതന്ത്ര മണ്ഡപം എന്നാണ് പുതിയ പേര്. ഗണതന്ത്ര എന്ന ആശയം പുരാതന കാലം മുതൽ ഇന്ത്യൻ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയതാണ്. ഗണതന്ത്ര മണ്ഡപം വേദിക്ക് അനുയോജ്യമായ ഒരു പേരാക്കി മാറ്റുന്നു എന്ന് തന്നെ പറയാം. അശോക് ഹാൾ യഥാർത്ഥത്തിൽ ഒരു ബോൾ റൂം ആയിരുന്നു. അശോക് എന്ന വാക്ക് അർത്ഥമാക്കുന്നത് എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും മുക്തനായ, അല്ലെങ്കിൽ ഏതെങ്കിലും ദുഃഖത്തിൽ നിന്നും മുക്തനായ ഒരാളെയാണ്. കൂടാതെ അശോക എന്നത് ഐക്യത്തിൻ്റെയും സമാധാനപരമായ സഹവർത്തിത്വത്തിൻ്റെയും പ്രതീകമായ അശോക ചക്രവർത്തിയെ സൂചിപ്പിക്കുന്നു. ഇന്ത്യൻ മതപാരമ്പര്യങ്ങളിലും കലകളിലും സംസ്കാരത്തിലും ആഴത്തിലുള്ള പ്രാധാന്യമുള്ള അശോക വൃക്ഷത്തെയും ഈ വാക്ക് സൂചിപ്പിക്കുന്നു. അശോക ഹാൾ എന്നതിനെ അശോക മണ്ഡപം എന്ന് പുനർനാമകരണം ചെയ്യുന്നത് ഭാഷയിൽ ഏകത കൊണ്ടുവരികയും അശോക് എന്ന വാക്കുമായി ബന്ധപ്പെട്ട പ്രധാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആംഗലേയ അടയാളങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്യുന്നു. രാഷ്ട്രപതി ഭവൻ എപ്പോഴും വലിയ കൗതുകമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഓഫീസും വസതിയും രാഷ്ട്രത്തിൻ്റെ പ്രതീകമാണ്. ജനങ്ങളുടെ അമൂല്യമായ പൈതൃകമാണത്. രാഷ്ട്രപതി ഭവന്റെ അന്തരീക്ഷം ഇന്ത്യൻ സാംസ്കാരിക മൂല്യങ്ങളെയും ധാർമ്മികതയുടെയും പ്രതിഫലനമായി മാറ്റാനുള്ള നിരന്തരമായ ശ്രമം നടന്നിട്ടുണ്ട്. അതിൻ്റെ തെളിവായി തന്നെ ഈ ഒരു പേരുമാറ്റലിനെയും നമുക്ക് കാണാം. എന്താണ് ഈ ഒരു പേരുമാറ്റലിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമൻറ്റ് ചെയ്യൂ.